ഒരു മുത്തം കൊടുത്ത് നിർത്തിക്കോ കേട്ടോ. ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തരും നല്ല രീതിയിൽ. വർത്താനം പറയല്ലേ പറയുമ്പോ സിനിമയിലാണെങ്കിൽ ഒരു ചീത്ത ഓടിക്കില്ല. അയ്യോ കഷ്ടം ഭഗവാനെ, ആരോട് പറയാനാണ്, ആര് കേൾക്കാനാണ്? ഇനി എന്താ ഇതിനൊരു പ്രതിവിധി എന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അയാളാണെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണെന്ന് പറയുന്നത് കേൾക്കുന്നത്. അയാളുടെ ഭാര്യയുടെയും മക്കളുടെയും അവസ്ഥ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കില്ല ചില സമയത്തൊക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ തെറി കേൾക്കുന്നത്? എൻ്റെ മനുഷ്യ, നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു ഇതുമുണ്ട്, നല്ലൊരു ലൈഫും ഉണ്ട്. 4 ആൾ അറിയുന്ന ഒരു ലൈഫ് തന്നെയാണ്. അതായത് കോഴിക്കോട് ദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ആൾക്കാരില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കോപ്രായങ്ങൾ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങളുടെ തെറി കേട്ടിട്ട് വലിയവനാകണമെന്നോ? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ പൊന്നു മക്കളെ, ജനങ്ങളുടെ തെറി കേട്ടിട്ട് നിങ്ങൾ വലിയവനാകണമെന്ന് നോക്കുന്നുണ്ടെങ്കിൽ അത് വെറും മണ്ടത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ. നെഗറ്റീവിലൂടെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടൊന്ന് പിടിച്ചു നിൽക്കുക. ഇപ്പോൾ കോഴിക്കോട് ദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവിലൂടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ രേണു സുധിയൻ നെഗറ്റീവിലൂടെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ താൽക്കാലികമാണ്. ഇതൊന്നും പറഞ്ഞാൽ ഒരിക്കലും ശാശ്വതമല്ല. നിങ്ങളിങ്ങനെ ഓരോ വളവള വർത്താനങ്ങൾ പറഞ്ഞു ഇപ്പോഴും പറഞ്ഞാൽ കിസ് കൊടുക്കുന്നത് പോലെ ഇതാക്കുന്നു. നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും അവസ്ഥ അവരെത്രമാത്രം വേദനിക്കുന്നുണ്ടാവും നിങ്ങൾക്കറിയോ? നിങ്ങൾ പറയായിരിക്കും ഇതൊരു പ്രൊഫഷനാണ്, ഇതൊരു അഭിനയമാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ അവരെ പറ്റിക്കുന്നുണ്ടാകും. എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ആ സ്ത്രീ, അവരെ നിങ്ങളൊന്ന് ബഹുമാനിക്കുക, അതാ വേണ്ടതായിരുന്നു. അതായത് ഞാൻ ഇതേപോലെ ഒന്നും അഭിനയിക്കൂല എന്ന് തുറന്നു പറഞ്ഞൂടെ? ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലേ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പണ്ടൊക്കെ ഒരുപാട് പേരുടെ ജീവിതം നശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് ഒരുപാട് സിനിമയുണ്ടായിരുന്നു, അതിൽ അഭിനയിച്ചിട്ടാണ്. അതുപോലെയല്ല ഈ ദാസൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇത്രമാത്രം അധംപതിച്ചു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. പണ്ടൊക്കെ ഇയാളെ കാണുമ്പോൾ ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ റീൽസും കാര്യങ്ങളും ഇയാളുടെ ഭാര്യയും കൂടിയിട്ടുള്ള റീൽസൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസമുണ്ടായിരുന്നു. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ ഇയാൾ ന്യായീകരിക്കാൻ വേണ്ടി നടക്കുകയാണ്. ന്യായീകരണം എന്തിനാണ്? രേണു സുധിയും ഇവരും തമ്മിലുള്ള ഡാൻസുകളും കോപ്രായങ്ങളും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക. ജനങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ്, എത്ര ആൾക്കാർ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്, എത്ര ആൾക്കാർ നിങ്ങൾ അവരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് തെറി പറയോ എന്ന് പറയുക. അങ്ങനെ എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശിക്കുക. ഇവരിങ്ങനെ തെറി പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഇവർ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണടാ അതങ്ങനെയാണടാ എന്ന് പറയുക. എന്തൊരവസ്ഥയാണ്, എന്തൊരു പോക്രിത്തരമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. വളരെ മോശമായ സ്ഥിതി തന്നെയാണ്. ഒരിക്കലും ഇത് ന്യായീകരിക്കാൻ കഴിയില്ല. അമ്മാതിരി തോന്നിയവാസെന്നേ ഞാൻ പറയുള്ളൂ. എന്തിനാണ് ഇങ്ങനെ തോന്നിയവാസം കളിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആരെ ബോധിപ്പിക്കാനാണ്? ഇനി പൈസക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടിയിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ പൊന്നുമക്കളെ. പക്ഷേ വളരെ മോശപ്പെട്ട ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ദാസൻ കോഴിക്കോട് കാണിക്കുന്ന പന്നത്തരം തന്നെയാണ്. ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ദാസൻ കോഴിക്കോടിന് എന്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി, എവിടെ വന്ന് ഏത് ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞാലും ശരി, മിസ്റ്റർ ദാസൻ കോഴിക്കോടെ നിങ്ങൾ കളിക്കുന്നത് വളരെയധികം ചീപ്പ് പരിപാടി തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി പിന്നെ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അവരങ്ങനെയാണ്, അവരങ്ങനെ പോവുകയാണ്. അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇപ്പോഴും ഞാനതിൽ ഖേദിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരായി കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാനാണ് നോക്കേണ്ടത്, അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയിക്കാനല്ല നോക്കേണ്ടത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയിച്ചിട്ട് എന്ത് നേടാനാണ് ജീവിതത്തിൽ? എന്തെങ്കിലും ഒരു നേട്ടമുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതായത് കുറേ വളർന്നു കഴിഞ്ഞാൽ ആ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ കഴിയില്ല, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഇപ്പോഴും അവൻ്റെയൊക്കെ മക്കൾ ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാകും എന്നെ എന്തൊക്കെ പറഞ്ഞാലും. അതായത് ദാസേട്ടൻ കോഴിക്കോടിൻ്റെ മോനാന്ന് ഇല്ലെങ്കിൽ മക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാണക്കേടുണ്ടാകുന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് നല്ലൊരു പേരൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട ദാസ, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറണം. നിങ്ങൾ അഭിനയിച്ചോ, രേണു സുധിയായിട്ടല്ലേ, ആര് വേണമെങ്കിലും ആയിട്ട് അഭിനയിച്ചോ, ഒന്നും പറയുന്നില്ല. നിളാ നമ്പ്യാരെ കൂടെ പോലും താൻ അഭിനയിച്ചതാണ്. ആ താങ്കളുടെ വീട്ടുകാർക്കുണ്ടാകുന്ന മാനക്കേടിനെ പറ്റി താങ്കൾ ഒന്നും ആയില്ല. നിളാ നമ്പ്യാരുടെ വീഡിയോസൊക്കെ കണ്ടാവധി പോയിട്ട് അന്നേരം മനസ്സിലാവുമായിരുന്നു. മനസ്സിലായ? അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് നല്ല സൽക്കരിക്കണം നിങ്ങൾ അതാ വേണ്ടത്. എന്തിനിങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നു? എൻ്റെ പൊന്നു മനുഷ്യ, അപ്പോൾ ആ സ്ത്രീ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവുമായിരുന്നു. ഗവൺമെൻറ് ജോലിയില്ല, നല്ലൊരു ജോലിയും കാര്യങ്ങളും ഇല്ല, എത്ര നല്ല രീതിയിൽ കുടുംബം കൊണ്ടുപോവുക, എത്ര നല്ല റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് കുടുംബം കൊണ്ടുപോവുക. ഇതൊന്നും സാധിക്കാതെ എന്തിനു വേണ്ടിയിട്ടാണ്? വല്ലവൻ്റെ ഇത് ബന്ധാവൻ്റെ തെറിയും കേട്ട്, അതുപോലെ തന്നെ തെറി എങ്ങനെ പറയാതിരിക്കും? അതുപോലെയുള്ള കോപ്രായങ്ങളല്ലേ കാണിക്കുന്നത്? ആരെ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ്? നിങ്ങൾ എന്തോ ചെയ്തോ? ഇതെന്തിനാണോ പൊതുജനങ്ങളെ മുഴുവൻ? നിങ്ങളൊരു സിനിമയാണെങ്കിൽ ആ സിനിമ ഷൂട്ടിങ് മുഴുവൻ അല്ലെങ്കിൽ ആ സിനിമയുടെ ബാക്കി കാര്യങ്ങൾ മുഴുവൻ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് വിളമ്പുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. അല്ലാതെ എൻ്റെ വട കണ്ടോ, എൻ്റെ പഴംപൊരി കണ്ടോ, എൻ്റെ ഇത് കണ്ടോ? എന്തൊരു ഡബിൾ മീനിങ് അത്. പഴംപൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം.
പഴംപൊരി കണ്ടോ എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ്റെ പഴംപൊരി എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമായ കാര്യമില്ലേ? എത്രമാത്രം വേദന താങ്കളുടെ വീട്ടുകാർ അനുഭവിക്കുന്നുണ്ടാകും. പേടിച്ചിട്ടാണോ ആ പാവങ്ങളൊന്നും ഉണ്ടാത്തത്? അതായത് നീങ്ങാനം മണങ്ങിപ്പോയി കഴിഞ്ഞാൽ അതായത് എങ്ങനെ അരിവേണിക്കും എന്ന് പേടിച്ചിട്ടായിരിക്കും. ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ഒരുപാട് എതിർപ്പുണ്ടാകും. ഒരുപക്ഷെ വീട്ടിൽ പോയാൽ അറിയാം എന്താ സ്ഥിതി എന്ന്. ഇനി ആ സ്ത്രീ തന്നെ വന്ന് തുറന്ന് പറയേണ്ടി വരും, അയ്യോ എൻ്റെ ചേട്ടനെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന്. നിങ്ങളൊന്നും തെറ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്നല്ല പറയുന്നത്. പക്ഷെ ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണുമ്പോൾ ആൾക്കാർ പറയുന്ന കമൻറ്റുകൾ, ആൾക്കാരെ കൊണ്ട് പറയിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നിങ്ങൾ അവിടെ കിടന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിങ്കോൾഫിൻ്റെ മണ്ടെങ്കിൽ അതൊന്നുമില്ല, അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ കോപ്രായങ്ങളൊന്ന് നിർത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മോശം തന്നെയാണ്, ഒരിക്കലും ഇത് ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കുന്നതിൻ്റെ പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ് ഇപ്പോഴും. അത്രമാത്രം മോശപ്പെട്ട രീതിയിലാണ് ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇയാളെ പറ്റി അളന്നത് എന്ന് പറഞ്ഞ് ഞാൻ നിളാം നമ്പ്യാരുടെ കൂടെ ഇയാൾ റീൽസ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിന് പൈസക്ക് വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടും എന്ത് പരിപാടി കെട്ടാനും എന്ത് വേഷം കെട്ടാനും ഇങ്ങനെ ഒരു മടിയില്ല എന്ന്. എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് റീൽസ് ചെയ്തു എത്ര ആൾക്കാർ കാണാനുണ്ടാകും. നിങ്ങളുടെ ഡാൻസ് എത്ര ആൾ കാണുന്നതാണ്. പക്ഷെ അതൊക്കെ വിട്ടിട്ട് എന്തിനാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെയുള്ള കോപ്രായങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്? എന്തിനാണ് ഇങ്ങനെ കോപ്രായം കാണിക്കുന്നത്? അത് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് നന്നാകാനുണ്ട്. വളരെ മോശം തന്നെയല്ലേ ഈ കാണുന്ന കാഴ്ചകൾ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കണ്ടിട്ട് ചിരിക്കുകയല്ലേ ചെയ്യുന്നത്. എത്ര ആൾക്കാർ താങ്കളെ പരിഹസിക്കുന്നുണ്ടാകും, എത്ര ആൾക്കാർ താങ്കളുടെ ഈ ഒരു പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് പുച്ഛത്തോടു കൂടി മോന്തിരിക്കുന്നുണ്ടാവും അറിയാം, പുച്ഛത്തോടു കൂടിയിട്ട്. ഒരുപക്ഷെ ഓഫീസിലൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ താങ്കൾ ശരിക്കും നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ടാകും. അതൊന്നും പുറത്തറിയാതുകൊണ്ടായിരിക്കും. ആർക്കെങ്കിലും പറയാമെങ്കിൽ ഇപ്പം ഞാൻ ദാസേട്ടൻ കോഴിക്കോട്ട് കൂടിയാണെന്ന് ആരെങ്കിലും പറയും? ഒരാൾ പോലും പറയില്ല. ആ പറയുന്നവർക്ക് വരെ എന്ന് പറഞ്ഞാൽ നാണക്കേട് തന്നെയാണ്. എന്തിനു ഇവൻ്റെ കൂടെയാണെന്ന് എന്ന് പറയണം? ആ ഉള്ള വിലയും കളയാനാണോ എന്നാണ് എല്ലാവരും ചോദിക്കുക. അങ്ങനെയല്ലേ നടക്കുന്നത്? അങ്ങനെയല്ലേ നിങ്ങൾ എല്ലാവരെയും എന്താ പറയേണ്ടത് ഈ കാണിക്കുന്ന? അങ്ങനെയാണ് കാണിക്കുന്നത്. നിങ്ങളല്ലാതെ വേറെയൊന്നുമല്ല, നിങ്ങൾ ക്യാമറേൻ്റെ മുന്നിലാണ്, എല്ലാം ഒരുപാട് പേരുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ഡബിൾ മീനിങ് ആയാലും പിന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഷൂട്ടിങ്ങിൻ്റെ പേരും പറഞ്ഞിട്ടുള്ള ആഭാസത്തരങ്ങളായി കഴിഞ്ഞാലും വളരെ മോശം തന്നെയാണ്. എന്തുകൊണ്ടാണ് നല്ല നല്ല ആൽബങ്ങളിൽ താങ്കൾ അഭിനയിക്കാത്തത്? പണ്ടൊക്കെ ഉള്ളതുപോലെ ഡാൻസ് വീഡിയോ ചെയ്യൂ, ഒരുപാട് ആൾക്കാർ കാണാനുണ്ടാകും. എന്തിനിങ്ങനെ ജനങ്ങളെ കൊണ്ട് പറയിക്കുന്ന തരത്തിൽ ഒന്നുമില്ലൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ലേ മനുഷ്യ? അത് പറ. കഷ്ടം തന്നെ, വളരെ കഷ്ടം തന്നെ. കണ്ടിട്ട് സഹതാപം തോന്നുന്നത്, ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു ഇതൊന്നുമല്ല, താങ്കളുടെ ഭാഗ്യമൊന്നുമല്ല, ഒരു സഹതാപമാണ് തോന്നുന്നത്. ഇയാളുടെ ഗതി ഇതായി പോയല്ലോ എൻ്റെ ഈശ്വര എന്ന് ആലോചിച്ചിട്ട്. കാരണം എന്താ വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ എല്ലാവരോടും, രേണുവിനോട് പറയാനുള്ളതും എനിക്ക് അത് തന്നെയാണ്. കാരണം ഇപ്പോഴും കല്യാണം കഴിക്കണം, ഞാൻ ഒറ്റക്കായി എന്നെല്ലാം പറയുന്നുണ്ട്. അതൊക്കെ എന്തു വേണമെങ്കിൽ ചെയ്തു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ കല്യാണം കഴിച്ചാലോ നിങ്ങൾ ഒറ്റക്കായാലോ നിങ്ങൾ രണ്ടാളായാലോ നമുക്കാർക്കും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു വലിയ മനുഷ്യനുണ്ട്, ഒരു സുധി എന്ന് പറയുന്ന ഒരുത്തൻ. അവൻ്റെ ആ ഒരു വീട്ടിലാണ് നിങ്ങൾ കിടക്കുന്നത്, നിങ്ങൾ അനുഭവിക്കുന്നത്, ഓർമ്മ വേണം. അതേ എനിക്ക് പറയാനുള്ളൂ. തലമറന്ന് എണ്ണ തേക്കരുത് എൻ്റെ മനുഷ്യന്മാരെ. നന്ദി, നമസ്കാരം.